ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹ നന്ദനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ഏട്ടാ, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം മറന്നുകൊണ്ട് ഏട്ടന് പഴയ സ്നേഹമോളായി തന്നെ കണ്ടെന്നെ സ്നേഹിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹ പൊട്ടിക്കരയുമ്പോൾ വിഷമത്തോടെ സ്നേഹയെ ചേർത്ത് നിർത്തുകയാണ് നന്ദൻ. ആ കാഴ്ച കണ്ടുകൊണ്ട് വരുന്ന സേതുമാധവനും ഇത് കണ്ട് സന്തോഷമാകുന്നു. കാണിക്കുന്നത് ടെറസിൽ ടെൻഷനോടെ നിൽക്കുന്ന ധനുഷിനെയാണ്. അതേസമയം അവന്തിക ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എടാ, എന്തൊക്കെ പറഞ്ഞാലും ഈ തെറ്റിന് ഞാൻ നിന്നോട് ക്ഷമിക്കാനേ പോകുന്നില്ല. ഇനി മുതലേ എൻ്റെ ഏറ്റവും വലിയ ശത്രു നീ തന്നെയാണ്. അവൾ പ്രഗ്നൻ്റ് ആയതിൽ നീ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. ഒരു കാര്യം നീ ആലോചിച്ചാൽ മതി. എന്നെ ചതിച്ചിട്ട് അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ഈ നെല്ലിശ്ശേരിയിൽ കഴിയാമെന്ന് നീ വ്യാമോഹമൊന്നും കെട്ടാൻ നിൽക്കണ്ട. എനിക്കില്ലാതെ പോയത് അവളുടെ വയറ്റിൽ ജനിക്കാനേ ഞാൻ ഒരിക്കലും സമ്മതിക്കാനേ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ അവന്തിക മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക താഴേക്ക് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും സന്ദീപും നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നതാണ്. അതേസമയം നന്ദൻ്റെ മുറിയിൽ നിന്നും നന്ദൻ സ്നേഹത്തോടെ സ്നേഹയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് വരികയായിരുന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും സന്ദീപും. സച്ചിയേട്ടാ, നന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് സ്നേഹ. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ സ്നേഹയെ നോക്കുകയാണ് നന്ദൻ. തുടർന്ന് അർച്ചന പറയുകയാണ്, സന്ദീപേ, നീയും ബലം പിടിക്കുന്നതൊക്കെ അങ്ങ് വിട്ടേക്ക്. നന്ദേട്ടൻ എന്താണെങ്കിലും സ്നേഹയോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്നേഹ ഒന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ നന്ദേട്ടൻ്റെ പിണക്കങ്ങളെല്ലാം തന്നെ മാറി. തുടർന്ന് സ്നേഹ ചെന്ന് സന്ദീപിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സന്ദീപേട്ടന് ഇപ്പോഴും എന്നോട് പിണക്കം തന്നെയാണോ? ഇവനാകെ ചമ്മി നിൽക്കുകയാണെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹയെ ചേർത്ത് പിടിക്കുകയാണ് സന്ദീപ്. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. എന്താണെങ്കിലും ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാ. അതുകൊണ്ട് ഇവളോട് മാത്രമല്ല ധനുഷിനോടും ആരും പിണക്കമൊന്നും ഇനി കാണിക്കാനും നിൽക്കണ്ടെന്ന് സേതുമാധവൻ പറയുന്നു. തുടർന്ന് സന്ദീപിനോടും നന്ദനോടും ചെന്ന് ക്ഷമ പറയുകയാണ് ധനുഷ്. ഇനി നമുക്ക് ചടങ്ങിലേക്ക് കടക്കാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, ചടങ്ങൊക്കെ നടക്കട്ടെ. ഇപ്പോൾ നിങ്ങളെല്ലാവരും അകത്തുള്ളവരും ഞാൻ പുറത്തുള്ളവരുമായില്ലേ. വൈകാതെ തന്നെ ഈ സന്തോഷം ഞാനങ്ങ് നശിപ്പിച്ച് തരുന്നുണ്ട്. തുടർന്ന് എല്ലാവരും മധുരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അടുത്ത മൂത്ത ഏട്ടത്തിയമ്മ വേണം കൊടുക്കാൻ. സമയം കിട്ടിയപ്പോൾ അവൾ എനിക്കിട്ട് പാര പണിയുകയാണെന്ന് മനസ്സിൽ ദേഷ്യത്തോടെ പറയുകയാണ് അവന്തിക. എനിക്ക് ആ സ്ഥാനമൊന്നും വേണ്ടെന്നും എന്താണെങ്കിലും എല്ലാവരുടെയും പിണക്കമെല്ലാം മാറിയല്ലോ, അത് തന്നെ സന്തോഷമെന്നും അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തി എന്താണെങ്കിലും വിഷയമൊന്നും മാറ്റണ്ട, മധുരം കൊടുക്കാൻ നോക്ക്. അങ്ങനെ അവന്തിക ദേഷ്യത്തോടെ സ്നേഹയ്ക്ക് മധുരം കൊടുക്കുകയാണ്. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, എനിക്ക് ഇങ്ങനൊരവസ്ഥ വരുത്തിയതിന് ധനുഷേ, ഞാൻ നിന്നെ അധികം വൈകാതെ തന്നെ കരയിപ്പിച്ചിരിക്കും. അങ്ങനെ മധുരം കൊടുക്കൽ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാറി നിൽക്കുന്ന അവന്തികയാണ്. അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് അർച്ചന പറയുകയാണ്, കണ്ടില്ലേ, ഇപ്പോഴാണ് കുടുംബത്തിൽ സന്തോഷം വന്നത്. നിങ്ങളായിട്ട് ഇനി ഇതിൽ വിഷം കുത്തിവെക്കാൻ നിൽക്കണ്ട. ഈ നെല്ലിശ്ശേരിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ അടവൊന്നും ഇവിടെ ചിലവാകില്ലെന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകുന്നു. എന്നെ ചതിച്ചവൻ്റെ കുഞ്ഞ് എന്താണെങ്കിലും ഈ വീട്ടിൽ കാലുകുത്താനേ പോകുന്നില്ലെന്നും അതിനുള്ളതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണെന്നും അവന്തിക മനസ്സിൽ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. എല്ലാം സഹിക്കാം, ക്ഷമിക്കാം, പക്ഷെ ധനുഷിൻ്റെ ചതി അതെനിക്കൊരിക്കലും സഹിക്കാനേ സാധിക്കില്ല. എന്താണെങ്കിലും അത് അവനോട് ചോദിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവന്തിക അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ധനുഷ് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ധനുഷേ, നിനക്ക് ഭാര്യ ഗർഭിണിയായതിൻ്റെ സന്തോഷമായിരിക്കുമല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതേയെന്നും ഇത്രയധികം എക്സൈറ്റ്മെൻറ്റ് എനിക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും ധനുഷ് പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ധനുഷിൻ്റെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്. ഈ അടിയെ നീ ചോദിച്ചു വാങ്ങിയതാ. എൻ്റെ ചങ്കിലൊരു കത്തി കുത്തി ഇറക്കിയിട്ട് നിനക്ക് സന്തോഷിക്കണമല്ലേ? നീ എനിക്ക് ഇപ്പം തന്നെ ഒരു വാക്ക് തരണം, ആ കുട്ടി ഒരിക്കലും ഇവിടെ ജനിക്കില്ലെന്ന്. സ്നേഹയുടെ വയറ്റി വെച്ച് തന്നെ നീ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ഇത് കേൾക്കുന്ന ധനുഷ് പുച്ഛത്തോടെ പറയുകയാണ്, നീ ഇതും ഇതിനപ്പുറം പറയുമെന്നും എനിക്ക് നന്നായി തന്നെ അറിയാം. നീ എന്നോട് കൊല്ലാൻ പറഞ്ഞതേ എൻ്റെ കുഞ്ഞിനെയാണ്. എൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാൻ എന്താണെങ്കിലും ഞാൻ സമ്മതിക്കില്ല. പഴയ ധനുഷല്ല ഞാനിപ്പോൾ. പഴയതൊന്നും ആവർത്തിക്കാൻ എനിക്കൊട്ട് താല്പര്യവുമില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞാലേ നീ ഇനി ഉണ്ടാകില്ല. അപ്പോൾ എന്നെ വെല്ലുവിളിക്കാനും മാത്രം നീ വളർന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് വെല്ലുവിളിയല്ലെന്നും എൻ്റെ ഉറച്ച തീരുമാനമാണെന്നും ധനുഷ് ദേഷ്യത്തോട് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.